ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഒ ബി എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. സോ ആറ്റിറ്റ്യൂഡ്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ബിഹേവിയർ ഓഫ് എവറി പേഴ്സൺ. So we mean that attitudes are the basis for behavior. Okay, so attitudes and organizational behavior are closely related, which means that organizational behavior means the behavior of individuals in an organization. So the behavior of individuals in an organization is closely related to the success of organization. We know that the individuals of the organization coming from different society, they have their own attitude, their own management perception, their job satisfaction, job involvement and job commitment are entirely different. So employees behavior is closely related to the perception, job satisfaction, involvement and organizational commitment. So attitudes are very important in organization. So അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് എഫക്ട് ദി എംപ്ലോയീസ് ബിഹേവിയർ. എംപ്ലോയീസിൻ്റെ ബിഹേവിയർ എങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സക്സസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നല്ലൊരു ആറ്റിറ്റ്യൂഡിലെ ഒരു എംപ്ലോയിക്ക് നല്ല ബിഹേവിയറും അതുകൊണ്ട് ജോബ് സാറ്റിസ്ഫാക്ഷനും പെർസെപ്ഷനും ഇൻവോൾവ്മെൻറ്റും കമ്മിറ്റ്മെൻറ്റൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. സോ നമ്മളിവിടെ ഒരു ഉദാഹരണം പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, എ മാനേജർ ഹു ഡിസ്ലൈക്ക് സർട്ടൻ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ബട്ട് ഹി ട്രീറ്റ് ദം ഫെയർലി ഇൻ ഹിസ് ഓഫീസ് ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ഹിസ് ആറ്റിറ്റ്യൂഡ് ടു ഇൻ്റർഫിയർ വിത്ത് ഹിസ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഒരു മാനേജർക്ക് ഒരു പ്രത്യേക എംപ്ലോയിനെ ഓർഗനൈസേഷനകത്ത് അയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അയാളുടെ ഓഫീസിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അയാളെ ഫെയർലി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അല്ലേ? അപ്പോൾ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒരേപോലെയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നില്ല? ആറ്റിറ്റ്യൂഡ് മേ മാനിഫെസ്റ്റ് ദംസെൽഫ് ഇൻ ആൻഡ് ദ ബിഹേവിയർ. പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് മറ്റൊരു പെരുമാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അത് നമ്മുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ദ സെയിം എംപ്ലോയി മേ ട്രീറ്റ് ദം ഫെയർലി ഇൻ ദ ഓഫീസ് ബട്ട് ഇഫ് ഹി മീറ്റ് ദം ഔട്ട്സൈഡ്, സേ അറ്റ് എ സോഷ്യൽ ഫംഗ്ഷൻ ഓർ എ പ്രൈവറ്റ് പാർട്ടി, ഹി ജസ്റ്റ് ഇഗ്നോർ ദം അല്ലേ? ഇപ്പോൾ ഒരു ഇഷ്ടപ്പെടാത്തൊരു എംപ്ലോയി ആണെങ്കിൽ അവനെ നമ്മൾ ഓഫീസിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. ആസ് എ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ അവനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു പൊതു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ടോട്ടലി ഇഗ്നോർ ദം ബിക്കോസ് വി ഡോണ്ട് ലൈക്ക് ഹിം അല്ലേ? നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അവനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമുക്ക് അവനെ തീരെ ഇഷ്ടമല്ല. ബട്ട് ആസ് എ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ വി നീഡ് ടു കൺസിഡർ ദം അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഓൺ ബിഹേവിയർ ഈസ് നോട്ട് ക്ലിയർലി എക്സ്പ്ലെയിനബിൾ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചില സമയങ്ങളിൽ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ് ബിഹേവിയർ ഉണ്ടാകുക, പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ബിഹേവിയർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന്. സോ നമ്മുടെ ഈ കാര്യങ്ങളാണ് ഇതിവിടെ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പെർസെപ്ഷൻ എന്നുള്ളതാണ്. പെർസെപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. സോ എന്താണ് നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ബിക്കം അവെയർ ഓഫ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി എൻവറോൺമെൻറ്റ് അല്ലേ? ഒരാൾ അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് പ്രോസസ്സാണ് അല്ലേ? ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ പറ്റിയിട്ട് ബോധവാനാകുകയും അല്ലേ, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിലൂടെ ഒരു നിഗമനത്തിൽ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്കൊരു വിവരം കിട്ടുകയും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്, കാഴ്ചപ്പാടെന്ന് പറയുന്നത് അല്ലേ? അവിടെ എന്താ പറയുന്നത്? റിസർച്ച് ഹാസ് ആഡിക്വേറ്റ്ലി എസ്റ്റാബ്ലിഷ് ദാറ്റ് പീപ്പിൾ പെർസീവ് ദ വേൾഡ് ആൻഡ് അപ്രോച്ച് ദ ലൈഫ് പ്രോബ്ലംസ് ഡിഫറെൻ്റ്ലി അല്ലേ? അതായത് ഓരോ ആളും എന്ത് ചെയ്യുന്നുണ്ട്? ജീവിതത്തിന് ഓരോ കാഴ്ചപ്പാടിലാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ജീവിതം എന്ന് പറയുന്നത് ഒരു സർക്കസ് പോലെയായിരിക്കും, ചില ആൾക്കാർക്ക് ഡിഫിക്കൽട്ടായിരിക്കും, ചില ആൾക്കാർക്ക് ഈസി ഗോയിങ് ആയിരിക്കും. അതെല്ലാം അവരുടെ കാഴ്ചപ്പാടിൻ്റെ സക്സസ് ആണ് അല്ലെങ്കിൽ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് അതിൽ കാണുന്നത്. ഓരോരാൾക്കും ഓരോ രീതിയിലാണ്
എന്ന് തോന്നുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തെളിഞ്ഞ ആകാശത്ത് ഇഷ്ടം പോലെ മേഘങ്ങളുണ്ടെങ്കിൽ അത് എനിക്ക് ആ മേഘങ്ങളിൽ കാണാൻ പറ്റുന്നത് ആനയാണെങ്കിൽ മറ്റൊരാൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അത് കുതിരയായിട്ടായിരിക്കാം. അതെല്ലാം നമ്മുടെ കാഴ്ചപ്പാടാണ്. ആകാശവും മേഘവും മാത്രമേ ഉള്ളൂ, പക്ഷേ അതിന് രൂപം നൽകുന്നത് നമ്മുടെ ഇൻ്റർപ്രിട്ടേഷനാണ്, നമ്മുടെ നിഗമനമാണ് അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ അതാണ് പെർസെപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഡെഫിനിഷൻ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്. SP റോബിൻസൺ പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നു പെർസെപ്ഷൻ ഈസ് എ പ്രോസസ്, അല്ലേ? പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർഗനൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ്, അല്ലേ? ഒരു പ്രോസസ്സാണ്. എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വൽസ് ഓർഗനൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ദിയർ സെൻസറി ഇംപ്രഷൻസ്, അല്ലേ? അവരുടെ കണ്ണും കാതും മൂക്കും വായൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ഇൻ ഓർഡർ ടു ഗിവ് മീനിങ് ടു ദെയർ എൻവിറോൺമെൻറ്റ്. അവരുടെ ചുറ്റുപാടിനെ കുറിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? അതിനെ ഒരു മീനിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ അടുത്തുള്ള ഒരാളെ മനസ്സിലാക്കുക, നമ്മുടെ ഫ്രണ്ട്സിനെ മനസ്സിലാക്കുക, നമ്മുടെ ബന്ധുക്കളെ മനസ്സിലാക്കുക, നമുക്ക് ചുറ്റുമുള്ള കാലാവസ്ഥയെ മനസ്സിലാക്കുക, നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കുക, അല്ലേ? എല്ലാവരെയും മനസ്സിലാക്കുക. നമ്മുടെ കാഴ്ചപ്പാട്, ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ പെർസെപ്ഷൻസ് ടുവേർഡ്സ് അവർ കോളേജ് എന്ന് ചോദിച്ചാൽ നിൻ്റെ കാഴ്ചപ്പാട് എന്താണ് നമ്മുടെ കോളേജിനെ കുറിച്ച്? നിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ചില ആൾക്ക് നല്ല കോളേജിൽ നിന്നായിരിക്കും, ചില ആൾക്കാർക്ക് മോശം കോളേജിൽ നിന്നായിരിക്കും, ചിലത് കുറവുണ്ടാകും, ചിലത് കൂടുതലുണ്ടാകും, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. വാട്ട്സ് യുവർ പെർസെപ്ഷൻസ് ടുവേർഡ്സ് യുവർ ഫ്യൂച്ചർ? നിൻ്റെ കാഴ്ചപ്പാട് എന്താണ് നിൻ്റെ ഭാവിയെക്കുറിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഉത്തരമായിരിക്കും. ഇങ്ങനെയേ പോകണം, നല്ല ജോലി ലഭിക്കണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ പലതരത്തിലുള്ള കാഴ്ചപ്പാടായിരിക്കും പല ആൾക്കാർക്കും ഉണ്ടാകും. അപ്പോൾ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റണം, അല്ലേ? അപ്പോൾ അതിലൊരു നേച്ചറായിട്ട് നമുക്ക് പറയാം പെർസെപ്ഷൻസ് ആർ ദി ഇൻ്റലക്ച്വൽ പ്രോസസ് ത്രൂ വിച്ച് എ പേഴ്സൺ സെലക്ട് ദ ഡേറ്റ ഫ്രം ദ എൻവിറോൺമെൻറ്റ്, ഓർഗനൈസ് ഇറ്റ് ആൻഡ് ഒബ്റ്റെയിൻ മീനിങ് ഫോർ ഇറ്റ്, അല്ലേ? ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ് പെർസെപ്ഷൻ, കാഴ്ചപ്പാടെന്ന് പറയുന്നത്. എന്താ കാരണം? ഒരാൾ അയാളുടെ ചുറ്റുപാടിൽ നിന്ന് ഒരു കാര്യം അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടിനെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും അത് ഓർഗനൈസ് ചെയ്യുകയും അതിനൊരു മീനിങ് കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന് ഇൻ്റലക്ച്വൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇറ്റ്സ് എ ബേസിക്സ് ഫോർ സൈക്കോളജിക്കൽ പ്രോസസ്സ്. സൈക്കോളജിക്കൽ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് പെർസെപ്ഷൻ എന്നത്. കാരണം എന്താ? ഇറ്റ്സ് എൻ ഇൻ്റലക്ച്വൽ പ്രോസസ്, ഇറ്റ്സ് എ തോട്ട്, അല്ലേ? നമ്മളൊന്നിന് മീനിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആകാശത്ത് കുതിരയുണ്ടോ? മേഘങ്ങൾക്ക് കുതിരയുടെ ഷേപ്പാണോ? ഇല്ല. നമ്മളത് മാനസികപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണത് ഇറ്റ്സ് എ ബേസിക് ഓഫ് സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് ആക്ഷൻസും ഇമോഷൻസും തോട്ട്സും ഫീലിങ്സൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പെർസെപ്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലേ? നമുക്ക് ചുറ്റുപാടും കാണുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പെർസെപ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പെർസെപ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റീവ് പ്രോസസ്സാണ്. കാരണം എന്താ? ഒരു സെയിം എൻവിറോൺമെൻറ്റിനെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലേ? അവരുടെ പെർസെപ്ഷൻ എപ്പോഴും മാറ്റമുള്ളതായിരിക്കും. നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ, ആകാശത്ത് മേഘങ്ങളുണ്ടെങ്കിൽ എനിക്കത് ആനയായിട്ടും മറ്റൊരാൾക്ക് കുതിരയായിട്ടും അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നമ്മുടെ ചിന്താഗതി മാറ്റങ്ങളുള്ളതാണ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഒബ്സർവേഷൻ ഡിഫറെൻ്റ് എന്നാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു പോയിൻ്റ് ഇങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ സം ആപ്ലിക്കേഷൻസ് ഓഫ് ഒ ബി എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സം ആപ്ലിക്കേഷൻ ഓഫ് ഒ ബിയിൽ പറയുന്നത് എന്താ? ഈ മാനേജേഴ്സ് പലപ്പോഴും ഓർഗനൈസേഷനിൽ പെർസെപ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എപ്പോഴാണ് മാനേജേഴ്സ് പെർസെപ്ഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കേസിൽ പറയുന്നതാണ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബോർഡ് ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് പെർസെപ്ച്വൽ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവാറുണ്ട് ജോബ് അപ്ലിക്കൻസിനെ കുറിച്ച്. അതായത് ഡിഫറെൻറ്റ് ഇൻ്റർവ്യൂവേഴ്സിന് ഒരേ കാൻഡിഡേറ്റിനെ കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അല്ലെങ്കിൽ പെർസെപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ചില സമയങ്ങളിൽ ചില ആൾക്കാർ, ചില ഇൻ്റർവ്യൂവേഴ്സ് ചില കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. അതേ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് മോശം അഭിപ്രായം കൊണ്ട് അവരെ റിജക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻപുട്ട് ഇൻ ടു ദി hiring decisions and perceptual factors influence the quality of the employment process. So, the success of the organization depends upon the availability of qualified human resources in the organization. So, we mean that employment interviews is a crucial factor for the success. The success depends upon the interview process taken place in an organization.
So here says that the perception of managers is very crucial at the hiring time of individuals. So at the hiring time of individuals, the perceptual factors sometimes influence the interviewers. Sometimes the qualified persons may selected by the one interviewer and rejected by the another interviewer, അല്ലേ? അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ സമയത്ത് ഉണ്ടാകാറുണ്ട്. സെക്കൻഡ് കേസാണ് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ളത്, അല്ലേ? അപ്പോൾ ആൻ എംപ്ലോയീസ് പെർഫോമൻസ് അപ്രൈസൽ ഈസ് വെരി മച്ച് ഡിപ്പെൻഡൻ്റ് ഓൺ ദ പെർസെപ്ഷൻ പ്രോസസ്, അല്ലേ? ആരുടെ? ബോസിൻ്റെത്. എന്താ കാരണം, അല്ലേ? നമ്മുടെ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയിയുടെ സക്സസ് എന്ന് പറയുന്നത് അവൻ്റെ പെർഫോമൻസിലാണ്. ഹൗ ഗുഡ് ഹി ക്യാൻ പെർഫോം, അല്ലേ? ഹൗ എഫക്റ്റീവ്ലി ആൻ എംപ്ലോയി ക്യാൻ പെർഫോം, that much durable his service to the സൊസൈറ്റി, അല്ലെ സർവീസ് ടു ദി ഓർഗനൈസേഷൻ. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എത്ര മനോഹരമായിട്ട് എത്ര കഠിനമായിട്ടാണോ ഒരാൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ആത്മാർത്ഥമായിട്ടാണോ അവൻ പ്രവർത്തിക്കുന്നത്, അത്രയും കാലം അവന് ഓർഗനൈസേഷനിൽ പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അവൻ്റെ പ്രൊമോഷൻ, അവൻ്റെ മോണിറ്ററി റിവാർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ഇൻ ദ സെയിം ഓർഗനൈസേഷൻ, അല്ലേ? ഇതിനൊക്കെ പെർഫോമൻസിൻ്റെ ബേസാണ്. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് എൻ എംപ്ലോയി, അല്ലേ? ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ. ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ക്രൈറ്റീരിയ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ പല ഇൻ്റർവ്യൂവേഴ്സും അല്ലെങ്കിൽ പല അപ്രൈസേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, അത് സബ്ജക്റ്റീവ് ടേംസ് വെച്ചിട്ട് പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നുണ്ട്. അതായത് ചില അപ്രൈസേഴ്സിന് ചില എംപ്ലോയീസിന് ഇഷ്ടമായിരിക്കും, ചില എംപ്ലോയീസിന് ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമല്ലാത്ത എംപ്ലോയീസ് എത്ര പെർഫോം ചെയ്ത് കഴിഞ്ഞാലും ദ അപ്രൈസർ വിൽ ഗിവ് ലോ മാർക്സ്, അല്ലേ? വാല്യുവേറ്റ് ദം വെരി ബാഡ്ലി. സോ ദാറ്റ് ഈസ് ദ ജനറൽ ഇംപ്രഷൻ ഓഫ് എൻ എംപ്ലോയി വർക്ക്. അപ്പോൾ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ടൈമിലും പെർസെപ്ഷൻ ഇപ്പോൾ ഒരു കാഴ്ചപ്പാടാണ് എംപ്ലോയീനെ കുറിച്ചിട്ട്. ഈ പെർഫോമൻസ് അപ്രൈസേഴ്സിന് പല കാഴ്ചപ്പാടുണ്ടാകും. നല്ലോണം പെർഫോം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് മോശം അഭിപ്രായം ചില അപ്രൈസേഴ്സിന് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത് വെരി ക്രൂഷ്യലാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി നെക്സ്റ്റ് തേർഡ് വണ്ണാണ് പറയുന്നത് അസസിങ് ലെവൽ ഓഫ് എഫേർട്ട് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ദ എഫേർട്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ in every organization is very much crucial to the success of organization, അല്ലേ? So assessment of an individual's effort is subjective and judgment susceptible to distortion and bias, അല്ലേ? അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ എഫേർട്ടിനെ അസസ് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റീവായി മാറുന്നു. വിച്ച് മീൻസ് ദാറ്റ് ദേ സംടൈംസ് ലൈക്ക് സം എംപ്ലോയീസ് ആൻഡ് സംടൈംസ് ദേ ഡസൻ ലൈക്ക് ദം, അല്ലേ? ചില സമയങ്ങളിൽ ചില എംപ്ലോയീസിന് ഇഷ്ടമാവും, ചിലപ്പോൾ അത് മാറിയും വന്നേക്കാം, അല്ലേ? അപ്പോൾ സബ്ജക്റ്റീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് എഫേർട്ടിൽ വരുന്ന സമയത്ത് അതിലെന്തിലേക്ക് മാറും, അത് തരംതിരിവിലേക്കും അല്ലെങ്കിൽ വഴക്കിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിയുമെന്നാണ് പറയുന്നത്. ഇതും ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ലാസ്റ്റ് വണ്ണാണ് അസസ്സിങ് ലോയാലിറ്റി. ലോയാലിറ്റി എന്ന് വെച്ചാൽ എന്താ, കടമ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ എംപ്ലോയീസ് എന്ന് പറയുന്നത് ലോയൽ ആയിരിക്കണം ഓർഗനൈസേഷനോട്, അല്ലേ? ദ ലോയാലിറ്റി ടുവേർഡ്സ് ഓർഗനൈസേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് എവറി ഓർഗനൈസേഷൻ. ദ റിവാർഡ് towards the showing of loyalty towards the organization is monetary rewards and promotions and other നോൺ മോണിറ്ററി റിവാർഡ്സ്, അല്ലേ? ആർക്ക്? എംപ്ലോയീസിന് കിട്ടുന്നത്. അപ്പോൾ ചില മാനേജേഴ്സ് എന്ത് ചിന്തിക്കുന്നു വെച്ചാൽ സം വർക്കേഴ്സ് ആർ ഡിസ്ലോയൽ, അല്ലേ? അതായത് എന്തെന്ന്, ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് വിട്ടിട്ട് വേറൊരു ഓർഗനൈസേഷനിൽ ഒരു CV കൊടുത്തു കഴിഞ്ഞാൽ മാനേജേഴ്സ് തിങ്ക് ദാറ്റ് എംപ്ലോയി ഈസ് ഡിസ്ലോയൽസ് ടു ദി ഓർഗനൈസേഷൻ, അല്ലേ? നമ്മളിപ്പോൾ വേറൊരു ഓർഗനൈസേഷനിൽ CV കൊടുക്കുന്നത് എന്തിനാണ്? വി നീഡ് ടു ഗെറ്റ് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി, അല്ലേ? വി നീഡ് ടു ഹാവ് ബെറ്റർ മോണിറ്ററി റിവാർഡ്സ് ആൻഡ് അതർ ഫെസിലിറ്റീസ് ആൻഡ് ഹാവിങ് സ്റ്റാറ്റസ്, അല്ലേ? വി നീഡ് ടു ഹാവ് ഗുഡ് സ്റ്റാറ്റസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ബട്ട് സം മാനേജേഴ്സ് തിങ്ക് ദാറ്റ് ഇഫ് ദ എംപ്ലോയി ഗിവിങ് എ CV ടു അതർ ഓർഗനൈസേഷൻ, ദാറ്റ് എംപ്ലോയി ഈസ് ഡിസ്ലോയൽസ് ടു ദി എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവർ ഓർഗനൈസേഷൻ.
Okay, then the employee question that I am not disloyal to the organization, I need to have good salary and good status, that's why I gave CV to the other organization. And sometimes these employees may question the managers of the organization, and the personal decision may be labeled disloyal by the management, but a fighter by the colleagues. എന്നാണ് പറഞ്ഞത്. പലപ്പോഴും അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും, അത് മാനേജ്മെൻറ്റിന് ചോദ്യം ചെയ്തു കഴിഞ്ഞാലും അവർ പറയുന്നത് എന്താണ്? യു ആർ ഡിസ്ലോയൽ. അതാണ് മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫാക്ടേഴ്സ് ഇൻ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു പോയിൻ്റാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഫാക്ടേഴ്സ് ഇൻ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. എന്താണ് ഫാക്ടേഴ്സ് ഇൻ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകളെയാണ് ഈ ഫാക്ടേഴ്സ് ഇൻ പെർസെപ്ച്വൽ ഓർഗനൈസേഷനിൽ പറയുന്നത്. പ്രധാനമായിട്ടും സിമിലാരിറ്റിയും പ്രോക്സിമിറ്റി എന്നുള്ള 2 ഫാക്ടേഴ്സാണ് ഇവിടെ പറയുന്നത്. അതുകൂടാതെ ഒരു 3 ഫാക്ടേഴ്സ് അതുകൂടാതെ പറയുന്നത് ക്ലോഷർ, കണ്ടിന്യൂറ്റി, കോണ്ടെക്സ്റ്റ് എന്നുള്ള 3 ഫാക്ടേഴ്സും കൂടെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഈ ക്ലാസ്സിൽ 2 മാത്രമാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. അതായത് സിമിലാരിറ്റി ഞാൻ വളരെ എളുപ്പത്തിൽ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു വലിയ ചോക്ലേറ്റ് ഫാക്ടറി, ആ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് ഒരു സ്കൂളിൽ നിന്ന് വിസിറ്റ് പോകുന്നു. ആ വിസിറ്റ് പോകുന്ന സമയത്ത് വിസിറ്റേഴ്സൊക്കെ വെള്ളത്തൊപ്പി വെക്കണമെന്ന് പറയുന്നു. ഇനി അതിനകത്ത് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, അവരൊക്കെ നീലത്തൊപ്പി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നീലത്തൊപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് ഇങ്ങനെയാണ്, എന്ത്, നമ്മുടെ വർക്കേഴ്സിന് വളരെ എളുപ്പത്തിൽ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? വളരെ ചുരുക്കമാണ് അവിടെ നീലത്തൊപ്പികൾ ഉണ്ടാവുക, അല്ലേ? ഇപ്പോൾ 10-200 വിസിറ്റേഴ്സ് പോയ സമയത്ത് അവിടെ 200 വെള്ളത്തൊപ്പികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അവിടെ എത്രയേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നീലത്തൊപ്പികൾ? ഒരു 4-5 കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ഹു ആർ ദി വിസിറ്റേഴ്സ് ടു ദി organization, which means that who are the persons who wear white hats, those are the visitors to organization. The other one, അല്ലെങ്കിൽ the blue hat wears are the supervisors of the organization. അപ്പോൾ സിമിലാരിറ്റി എന്താ? സിമിലർ എന്ന് വെച്ചാൽ ഒരേപോലെയുള്ളത്. അത് സിമിലാരിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എങ്ങനെയാണ്? ഗ്രേറ്റർ സിമിലാരിറ്റി ഓഫ് ദ സ്റ്റിമുലി, ദ ഗ്രേറ്റർ ടെൻഡൻസി ടു പെർസീവ് ദം ആസ് എ കോമൺ ഗ്രൂപ്പ്. അതായത് സിമിലറായിട്ട് കാണുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നതെന്നാണ് ഏത് പ്രിൻസിപ്പിൾ പറയുന്നത്, അല്ലെങ്കിൽ ഏത് ഫാക്ടർ പറയുന്നത്? സിമിലാരിറ്റി പറയുന്നത്. ഇനി പ്രോക്സിമിറ്റിയാണ് പറയുന്നത്. പ്രോക്സിമിറ്റി ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞു തരാം. അതായത് ഒരു വലിയ മെഷീൻ, ആ മെഷീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു 5 ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 10 ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ അവിടെ ചെയ്യുന്നത്? പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ നിയർനെസ്, അതായത് അടുത്ത്. ആ മെഷീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എത്ര ആൾക്കാരുണ്ടോ അവരൊക്കെയാണ് ആ മെഷീൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അതായത് മെഷീൻ ഇപ്പോൾ സ്ലോ റണ്ണിങ് ആണെങ്കിലോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലോ, ഇൻഎഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാലോ, ആ 5 ആൾക്കാരോടാണ് ഓർഗനൈസേഷൻ ചോദിക്കുക. കാരണം എന്താ? These 5 people are near to that machine and they are the regular users of that machine. So that is proximity എന്ന് പറയുന്നു. അപ്പോൾ പ്രോക്സിമിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? Group of stimuli that are close together will be perceived as a whole pattern of parts belonging together. അല്ലേ? ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റിമുലി എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ആവാം, ഇവൻ്റ് ആവാം, എല്ലാം എന്തും ആവാം. അപ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്നായിട്ട് കാണുന്നത്, നമ്മൾ പെർസീവ് ചെയ്യുന്നത്, അല്ലേ? ആ ഒന്നിച്ച് നിൽക്കുന്നതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നായിട്ട് കാണും. അപ്പോൾ അതാണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ.